എന്താ സങ്കടം പോലെ? ഇപ്പൊ സന്തോഷായോ? കുറച്ച് സങ്കടം ഉണ്ട്. കാര്യം ഒന്നുമില്ല, ഇന്നലെ ഒന്നുമില്ല. ആ ഓക്കെ, എന്നാ പിന്നെ പറയട്ടെ. ഓ പറയണോ? ഇന്നലെ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ. അതിന് ഞാനില്ലേ 11:30 വരെ ഓർമ്മിച്ചു വെച്ചേന്. 12 മണിയാകുമ്പോ ഞാൻ ഉറങ്ങിപ്പോയി. അപ്പൊ വിഷ് ചെയ്തിട്ടില്ല? അപ്പൊ ഓള് എനിക്ക് അങ്ങനെ വിഷ് ചെയ്തത്. അപ്പൊ ഞാൻ തിരിച്ചു ചെയ്തില്ലേ മോശമല്ലേനു. മോശമായി പോയി. എന്നിട്ട് തീരെ വിഷ് ചെയ്തിട്ടില്ല? വിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നും വിഷ് ചെയ്തില്ല? ഇന്ന് വിഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ആ കറക്റ്റ് ടൈമിന് വിഷ് ചെയ്യണ്ട. അങ്ങനെ വിഷ് ചെയ്തില്ല. ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുത്തിനോ? ഗിഫ്റ്റ് ഒക്കെ പിന്നെയും കൊടുക്ക. അപ്പൊ കൊടുത്തിട്ടൊന്നുമില്ല. വിഷ് ചെയ്തില്ലല്ലോ. അപ്പൊ ഭയങ്കര സങ്കടമായിട്ട്. ഈ ആൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഈ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. ഇതേപോലെ ആരെങ്കിലും ബർത്ത്ഡേ വിഷ് ഒക്കെ മറന്നു പോയല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു സമയത്ത് അയക്കേണ്ട മെസ്സേജ് ഇനിയിപ്പോൾ ആ സമയത്ത് നമുക്ക് അയക്കാൻ പറ്റില്ല എന്ന ഒരു ടെൻഷൻ നമുക്ക്. ഇപ്പോൾ ഹിബക്ക് 5 മണിക്കൊരു മെസ്സേജ് അയക്കണം, ഹിബ ഒരു 3 മണിക്കൊരു മീറ്റിങ്ങിന് കയറിയ മീറ്റിംഗ് എപ്പം കഴിയുന്ന ഒരു ഐഡിയ ഇല്ല. സോ അങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും പെട്ടു പോവാണെന്നുണ്ടെങ്കിലൊക്കെ, അല്ലെങ്കിൽ ഹിബ പെട്ട പോലെ പെട്ടു പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ഐഡിയ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം യൂസർ ആണെങ്കിൽ മാത്രമേ അത് അയക്കുന്ന ആൾക്കും റിസീവ് ചെയ്യുന്ന ആൾക്കും ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആവുള്ളൂ. എന്താണ്? അതായത് ഹിബയുടെ ബെസ്റ്റ് ഫ്രണ്ട്, ആ ബെസ്റ്റ് ഫ്രണ്ടിന് ഇപ്പം നാളെയാണ് ബർത്ത്ഡേ എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഹിബ ഇന്ന് ആ ആളുടെ ചാറ്റ് ഓപ്പൺ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ നിനക്ക് എന്താണോ, അതായത് ഇപ്പോൾ വിഷ് യു ഹാപ്പി ബർത്ത്ഡേ അല്ലെങ്കിൽ മിനിമം ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ എന്താണോ ഈ അയക്കുന്നത് അത് ടൈപ്പ് ചെയ്യാം. ആ സെൻഡ് ബട്ടൺ കണ്ടിട്ടില്ല, ഒരു ആരോ മാർക്ക്, അത് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അവിടെ ഒരു പുതിയ ഓപ്ഷൻ വരും, ദിവസം സമയം സ്കെഡ്യൂൾ ചെയ്ത് വെക്കാം. അതായത് ആർക്കാണോ മെസ്സേജ് അയക്കേണ്ടത് ആ മെസ്സേജ് ഏത് സമയമാണെന്ന് നിങ്ങൾക്ക് സ്കെഡ്യൂൾ ചെയ്ത് വെക്കാൻ പറ്റും. സോ ആ ഒരു സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം തന്നെ ആ ഒരു മെസ്സേജ് അയച്ചോളും. പക്ഷെ പിന്നീട് അവരയക്കുന്ന റിപ്ലൈസിന് നിങ്ങൾക്ക് അപ്പം റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല. സോ നല്ലൊരു ഓപ്ഷൻ ആണ്. ബിക്കോസ് ഇതേപോലെ ആരുടെങ്കിലും ബർത്ത്ഡേസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മറന്നു പോകാതിരിക്കാൻ പറ്റുന്ന, നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ് ഗൈസ് ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും കെൻവയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അഡ്മിഷൻ എടുക്കാനും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്യും.